വെൽക്കം ബാക്ക് മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോൾ 2026 വന്നതിന് ശേഷം എല്ലാവർക്കും ഈ ഒരു മാച്ച് പാസും അതുപോലെ തന്നെ ഗെയിം പ്ലാൻ സെറ്റ് ആവുന്നില്ല. നമ്മുടെ ഡിഫൻസും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മച്ചന്മാരെ. അപ്പോൾ ഓൾറെഡി നമ്മൾ സാധാരണ 8 മണിക്കായിരുന്നു നമ്മൾ ലൈവ് വന്നിട്ടുണ്ട് രാത്രി. അപ്പോൾ ഇന്നലെ നല്ല രീതിക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു ഞാൻ ലൈവ് വരേണ്ടത്. നല്ല ഞാൻ ഉറപ്പായിട്ട് വന്നേനെ. അപ്പോൾ എന്തായാലും മച്ചന്മാരെ നമ്മൾ ഓൾറെഡി നൈറ്റാണ് 8 മണിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക, എന്തായാലും നമ്മൾ ഉണ്ടാവും സെറ്റാക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് 2026 വന്നപ്പോൾ ഈ ഫുട്ബോൾ എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. ഇപ്പോൾ ഞാൻ കുറേ പോയിന്റും കാര്യങ്ങളും ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്നലത്തെ ഇട്ട വീഡിയോയിൽ തന്നെ നമ്മുടെ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് ആയാലും പിന്നെ റോഡ്രിയൊക്കെ പുതിയ കാർഡുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അപ്പം ഗൈസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മുടെ ഓൾറെഡി മെസ്സിയാണോ എമാലാണോ ബെറ്റർ, അത് വേറെ കാർഡുകൾ ഇനിയും വരാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈറ്റോടെ പാക്ക് വന്നു. അപ്പോൾ നിങ്ങളാരെ കറക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കോയിനൊക്കെ ഇട്ടിട്ട് വെച്ചാൽ വരെ. അപ്പോൾ ഓൾറെഡി അവർ തമ്മിലുള്ളൊരു നല്ല രീതിക്കൊരു കമ്പാരിസൺ വീഡിയോ ഉണ്ട്. അപ്പോൾ എടുത്തവരായതുകൊണ്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ മാനേജറിൻ്റെ ലിങ്ക് അപ്ലൈയും കാര്യങ്ങളാകുമ്പോഴാണ് നമ്മുടെ മാനേജറിൻ്റെ ഇമോഷനും കാര്യങ്ങൾ സെറ്റ് ആവുക. അതും വേറൊരു വീഡിയോ ആയിട്ട് സെറ്റ് ആകും. കോർണർ കിക്ക് പിന്നെ ബ്ലിറ്റ്സിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മാച്ചപ്പും ഡിഫൻസും പിന്നെ ഓൾറെഡി റൊണാൾഡോൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ വെച്ചാൽ ഓൾറെഡി റൊണാൾഡോൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇന്ന് നിങ്ങൾ സർവേ കണ്ടിട്ടുണ്ടാകും. ആ ഒരു സർവേയിൽ സംഭവം ഞാൻ സർവേ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡ് ഇല്ല. അപ്പോൾ 2008 കാർഡ് എന്തായാലും ഇവരിപ്പോൾ ഈ ഫുട്ബോൾ കൺഫേം ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വരില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ലാസ്റ്റ് ടൈമിൽ വന്ന കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ പിന്നെ എന്താ പറയുക, ഇത് കൊടുത്തിട്ടില്ല, സ്കില്ല് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കാർഡായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റഡ് ആയി വരാൻ ചാൻസ്. 2008 ആ ഒരു ലിസ്റ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് 2008 വരാനുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാർഡ് ചാൻസ് കുറവാണ് അച്ചാമര. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി പറയാൻ പോകുന്ന മാച്ചപ്പ് ഇടുമ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഇപ്പോൾ തന്നെ മച്ചാമര ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് LBയുടെ ഒക്കെ ഒരു ഗീവ് വരുന്നുണ്ട്. 2 പേർക്കൊക്കെ ഓൾറെഡി നമ്മൾ ഓൺ ദ വേ ആണ്. കാരണം നിങ്ങൾക്കറിയാം പുതിയൊരു പാക്ക് വന്നു. പിന്നെ 250 പോയി കൊടുക്കണം മോറിൻഹോൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് മച്ചാമര, നമ്മൾ ബ്ലിറ്റ്സ് ഇല്ല, ഫിനിഷിംഗ് ഇല്ല, ഡിഫൻസും കിട്ടുന്നില്ല. കൂടുതലും പേര് പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ മാച്ച് പാസ് ഇടുമ്പോൾ കൺട്രോൾ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ ഒരു റിസൾട്ട് ആട്ടോ ഞാനിവിടെ പറയുന്നത്. ഗൈസ് ഓൾറെഡി ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് വന്ന സമയത്ത് ഞാൻ ആദ്യം സ്മാർട്ട് അസിസ്റ്റ് ഓഫായിരുന്നു. പിന്നെ ഞാനൊന്ന് ഓണായി കളിച്ചു. ആ സമയത്ത് ഡിഫൻസ് പൊട്ടുന്ന രീതിയായിരുന്നു. പിന്നെ ഡിഫൻസ് സ്മാർട്ട് അസിസ്റ്റ് ഓഫ് ആക്കിയ സമയത്ത് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഗൈസ് എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രാഫിക്സ് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. DLSലേക്ക് ഓൾറെഡി വന്നതാണ്. പക്ഷേ എന്നാലും വെച്ചാൽ നമ്മൾ വന്നതിനെ കുറയ്ക്കാൻ പാടില്ല. നല്ല രീതിക്ക് തന്നെ ഈ ഫുട്ബോൾ ഇപ്രാവശ്യം ഒരു PC ലെവൽ സംഭവമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ മച്ചവരെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അവർ എന്തായാലും മച്ചവരെ വൈറ്റൊക്കെ ലേശം കൂടുതലാണെങ്കിൽ പക്ഷേ നല്ല രീതിക്കുള്ള സംഭവം ഉണ്ട്. ഗ്രാഫിക്സ് അടിപൊളിയായിട്ട് കളിക്കുന്നത്. ഞാനിത് ഹൈയിലിട്ടിട്ടാണ് നല്ല രീതിക്ക് PC പോലെ തന്നെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ യൂസേഴ്സിനും അതൊരു നല്ല രീതിക്കുള്ളൊരു പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഗെയിം പ്ലേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല ഇമ്പ്രൂവ് ആയിരുന്നു കഴിഞ്ഞു. അതായത് 2025. അപ്പോൾ 2026 വന്ന സമയത്ത് ഓൾറെഡി ഗൈസ് ഗ്രാഫിക്സ് കൂടിയപ്പം ഗെയിം പ്ലേ ലേശം കുറഞ്ഞു. അതാണ് സംഭവം. അപ്പം ഗൈസ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇത് കൂടും ഉറപ്പായിട്ടും. ഇതേ രീതിയിൽ നിൽക്കില്ല. എല്ലാ അപ്ഡേഷൻ കഴിയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇതേ അവസ്ഥ വന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നപ്പോൾ തന്നെയായിരുന്നു ഒരു 2 ആഴ്ച 3 ആഴ്ച ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ ആയപ്പം ഗൈസ് ഇത് സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സ്മാർട്ട് അസിസ്റ്റ് ഓഫ് ആയിട്ട് കളിക്കുന്ന ഒരു ഡിവിഷൻ മാച്ചിൽ തന്നെ സ്മാർട്ട് അസിസ്റ്റ് ഒന്ന് ഓണായി കളിച്ചു നോക്കുക. ജസ്റ്റ് ഒരു മാച്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള എന്താ പറയുക മാറ്റങ്ങൾ നോക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്മാർട്ട് അസിസ്റ്റ് ഓണാക്കുമ്പോൾ ഇത് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഈ ഫുട്ബോൾ തന്നെ സ്മാർട്ട് അസിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇമ്പോർട്ടൻസ് അവരത് കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും സംഭവം. പിന്നെ മച്ചാമരെ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വന്ന സെലക്ഷൻ കോൺട്രാക്റ്റിൽ റുമിയുടെ കാർഡുകൾ പിന്നെ ബാറ്റിയുടെ കെന്നവേരോ ഇവരുടെയൊക്കെ കാർഡും പിന്നെ ഓൾറെഡി ഉള്ള കാർഡും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റുമിയൊക്കെ ജസ്റ്റ് ഒന്ന് പാസും പിന്നെ ഷൂട്ടിങ് അടിപൊളി കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിനെ യൂസ് ചെയ്തിട്ട് റുമിയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റവർ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഷോക്ക് ആയിട്ടുള്ളത്. അപ്പം ചിലവർക്ക് കിട്ടുന്നുണ്ട്, ചിലവർക്ക് കുഴപ്പമില്ല, ചിലവർക്ക് എന്താ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ടാക്ലിങ് അടിപൊളിയായി കിട്ടുന്നുണ്ട്. പിന്നെ മച്ചവനെ ഓൾറെഡി നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 2 DMF ഒന്ന് ഇട്ട് നോക്കുക. ഫോർമേഷൻ നിങ്ങൾ ഇടുന്നതിനനുസരിച്ച് ഒന്ന് 2 DMF, ഇപ്പോൾ സിംഗിൾ DMF ഒക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ 2 DMF ഇട്ട് നോക്കുക. ഞാൻ ഓൾറെഡി നമ്മുടെ സാബിയും ചൗമിനി ഇട്ട് നോക്കി, ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കി. അല്ലെങ്കിൽ നമ്മുടെ ഇന്നലെ വന്ന റോഡ്രിയുടെ ഒരു കാർഡൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കുക സെലക്ഷൻ കോൺട്രാക്റ്റിൽ. അത് അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കിട്ടാൻ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കഴിച്ച് എന്താ പറയുക, ഞാൻ ഓൾറെഡി സാബിനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി കഴിച്ച് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അറ്റാക്കും പിന്നെ അറ്റാക്ക് 2ലും
ഡിഫൻസ് RBയും LB, അതായത് നമ്മുടെ കോസ്റ്റ് കട്ടയും ഹെർണാണ്ടസോ അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി കഫു, റോബർട്ടോ കാർലോസോ ഇവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഗൈസ് നമ്മൾ മാൻ മാർക്കറ്റിംഗ് വരുന്ന സമയത്ത് ബ്ലിറ്റ്സ് പ്ലേയേഴ്സ് നമ്മുടെ യമാലിനെയൊക്കെ ഒന്ന് നിങ്ങൾ മാൻ മാർക്കറ്റിംഗ് നമ്മുടെ കോസ്റ്റ് കട്ടനെ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കുക. കാരണം അങ്ങനെ ഡിഫൻസ് പൊട്ടുന്ന കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗൈസ് ഡിഫൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ അറ്റാക്ക് നോക്കണം. അപ്പോൾ അറ്റാക്ക് പോയി പോകും. അപ്പോൾ അതും കൂടെ നോക്കുക. പിന്നെ മച്ചാമാരെ ഓൾറെഡി മെയിൻ ഒരു പോയിന്റാണ് നിങ്ങൾ നോക്കി നോക്കണം. നമ്മൾ പ്രോ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഞാൻ ഓൾറെഡി എന്താ പറയുക ന്യൂബ് ആയിക്കോട്ടെ, തുടക്കക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ മിഡിൽ നിൽക്കുന്നവരായിക്കോട്ടെ, പ്രോ ആയിക്കോട്ടെ, എല്ലാവരും ഈ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പം അതൊന്ന് ഓഫ് ചെയ്ത് നോക്കിട്ടോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഓഫ് സൈഡ് ട്രാപ്പ് ഇടുമ്പോൾ ഡിഫൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊട്ടുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ഓഫ് ആക്കി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു മാറ്റം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചാണ്. അപ്പം ഞാനും ഓൾറെഡി ഓണായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി നോക്കുക. അപ്പോൾ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രാവിലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ വന്നപ്പോൾ ലേശം പോയി ഓൾറെഡി ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുമായിരുന്നു. വെച്ചാൽ ജലദോഷം കൂടെ പിടിച്ചപ്പോഴത്തേനും ആകെ മൊത്തത്തിലൊരു ഇതായി. എന്നാലും എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ സെറ്റാക്കി. അപ്പോൾ നമ്മൾ അടുത്തൊന്ന് പറയാൻ പോകണമെന്ന് വെച്ചാൽ പ്രസ് മാച്ചപ്പിൻ്റെ ഒരു സംഭവമാണ് ഗൈസ്. എന്താ പറയുക, മാച്ചപ്പ് ഇപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. നല്ല രീതിക്ക് പണ്ടത്തെ പോലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ മാച്ചപ്പ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ജോയിസ്റ്റിക്കും കൂടി ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി മച്ചാൻ ആ ഒരു വീഡിയോ കിട്ടിയില്ല. അപ്പം ഇനിയും ലെങ്തി ആവേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഫോട്ടോ കാണിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ ആകുമ്പോൾ ചിലപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്യാമറ അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ. ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാമറ ആംഗിൾ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ രീതിക്ക് നിങ്ങൾക്ക് ഒരു ആംഗിൾ പൊസിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രേ ഉള്ള കാര്യം. പിന്നെ മച്ചാൻ ഓൾറെഡി നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഡ്രിബിളിങ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ക്രോസ് കോർണറും കാര്യങ്ങളുടെ ഒരു വീഡിയോ ഞാൻ വേറെ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ മച്ചാൻ നിങ്ങളെല്ലാവരും മാക്സിമം ഇപ്പം തന്നെ ഗൈസ്. അപ്പം ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗെയിം പ്ലേ ആണ് ലേശം പോയത്. അത് ഗൈസ് എന്തായാലും സെറ്റാവും. ഒരു ടൈം ഉണ്ടാകും ഗൈസ്. കാരണം ഓൾറെഡി ഈ ഒരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ എല്ലാം റീബൂട്ട് ചെയ്ത് വരും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് വെച്ചാൽ പുറപ്പെട്ട് നമുക്ക് രാത്രി ജലദോഷം കാര്യങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ രാത്രി എന്തായാലും 1vs1 ഞാൻ ഓൾറെഡി ഈ ഒരു ഗ്രാഫിക്സ് ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബെറ്റർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും ഗീവയും കാര്യങ്ങളൊക്കെ കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.